ഹമാസിന് വീണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. സമാധാന ധാരണ ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്കുള്ളിൽ അംഗീകരിക്കണം, അല്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം ഉറപ്പെന്ന് മുന്നറിയിപ്പ്. നേരത്തെ നൽകിയ 72 മണിക്കൂർ സമയം അവസാനിച്ചതിനെ തുടർന്നാണ് വീണ്ടും മുന്നറിയിപ്പ്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പറയും. രോഹിണി, തീർച്ചയായും കടുത്ത മുന്നറിയിപ്പാണ് വീണ്ടും ഹമാസിനെ ട്രംപ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായി പല വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സമാധാന ധാരണ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാട് ഹമാസ് സ്വീകരിച്ചിരുന്നു എന്നതാണ്. ഈ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസിനെ അന്ത്യശാസനം, ഏറ്റവും ഒടുവിലത്തെ അന്ത്യശാസനം എന്ന് കണക്കാക്കാവുന്ന രീതിയിലുള്ള ഒരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ ഞായറാഴ്ച 6 മണിക്കുള്ളിൽ സമാധാന ധാരണ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ 3 ദിവസത്തെ 72 മണിക്കൂർ നേരത്തെ ഒരു അന്ത്യശാസനമാണ് നേരത്തെ നൽകിയത് ഹമാസിനെ. അത് 29-ാം തീയതിയാണ് നൽകിയത്. 29-ാം തീയതി ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയ വേളയിലാണ് അത്തരത്തിലൊരു അന്ത്യശാസനം നൽകിയത്. ഈ അന്ത്യശാസനം അംഗീകരിക്കാതിരിക്കുകയും സമാധാന ധാരണ അംഗീകരിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് വീണ്ടും കടുത്ത നീക്കങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും അത്തരത്തിൽ ഈ സമാധാന ധാരണകൾക്ക് വിഘ്നം വരുത്തുന്ന രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത ഹമാസിനെ ഒട്ടും വിട്ടുവീഴ്ച അർഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ബന്ദികളുടെ മോചനം ഈ ദിവസങ്ങൾക്കുള്ളിൽ നടപ്പാക്കണം. മുഴുവൻ ബന്ദികളെയും, അതായത് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ 48ഓളം ബന്ദികളാണുള്ളത്. ഇതിൽ 20 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ബാക്കി ജീവിച്ചിരിക്കുന്ന 20 പേരുടെയും മരിച്ച 28 പേരുടെ മൃതദേഹങ്ങളും ഉടൻ തന്നെ വിട്ടുകൊടുക്കുകയും അടിയന്തരമായി വെടിനിർത്തൽ അംഗീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വൻതോതിൽ ഇത്തരം പ്രശ്നങ്ങൾ ഹമാസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അക്രമ സ്വഭാവത്തിൽ ഹമാസ് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ തുടർന്നും വിട്ടുവീഴ്ച ചെയ്യാനാവില്ലെന്നും ട്രംപ് അറിയിക്കുന്നുണ്ട്. ഞായറാഴ്ച 6 മണി, അതായത് മിഡിൽ ഈസ്റ്റ് സമയം ഞായറാഴ്ച 6 മണി വരെയാണ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.